എന്നും ജനങ്ങളോടൊപ്പം ആണ് ഞങ്ങളുടെ ഈ വീട് തന്നെ നിന്നേക്കണത്. അപ്പോൾ അതുപോലെ ഇനിയും അങ്ങോട്ടും എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് താല്പര്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. വലിയൊരു പ്രത്യേകതയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ നേതാവായ മുൻ മന്ത്രിയായ എസ് ശർമ്മയുടെ ഭാര്യ ആശയാണ് സ്ഥാനാർത്ഥി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇപ്പോഴുള്ളൊരു പര്യടനമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, പ്രചരണമൊക്കെ? ഇപ്പോൾ രാവിലെ പോവും, അതിരാവിലെ തന്നെ പോവും, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട്. പകലൊന്നും അധികം വീടുകളിൽ ആളുണ്ടാവില്ല, അപ്പോൾ വൈകിട്ടാണ് പോവാറ്. പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ സഖാവിൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടോ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ? അങ്ങനെ ഇല്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന അവിടെ തന്നെയാണ്, ആ വാർഡിൽ തന്നെയാണ് എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാം. അങ്ങനെ. അപ്പോൾ ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പം വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? എന്നും ജനങ്ങളോടൊപ്പം ആണ് ഞങ്ങളുടെ ഈ വീട് തന്നെ നിന്നേക്കണത്. അപ്പോൾ അതുപോലെ ഇനിയും അങ്ങോട്ടും എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് താല്പര്യം. സഖാവ് ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ഒരു പ്രചരണ രംഗത്ത്? സഖാവ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വോയിസ് റെസ്റ്റ് പറഞ്ഞേക്കാം, അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പോൾ പറവൂരിലെ 7ാം ഡിവിഷനിലാണ് ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും മത്സരിച്ച് വിജയത്തിലേക്ക് എത്താൻ തന്നെയാണ് എല്ലാവരും ഈ ഒരു മത്സരരംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാവർക്കും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവരും നൽകുന്നത്. ക്യാമറാമാൻ അനന്തുവിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1.